വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ബ്രഹ്മോസ് എന്നാണ് നിലവിൽ നമ്മുടെ ബ്രഹ്മോസിന്റെ മുൻ മേധാവിയായിട്ടുള്ള സുധീർ കുമാർ മിശ്ര പറയുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ബ്രഹ്മോസിനെ കുറിച്ച് ഇത്രയധികം കാര്യങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ ചൈനയിൽ നിന്നുള്ള മിസൈലുകൾ പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് ഫയർ ചെയ്തു. ഇങ്ങോട്ടേക്ക് ഫയർ ചെയ്തപ്പോൾ ഈ മിസൈല് പൊട്ടാതെ ഒരെണ്ണം ഒരു മരിച്ചിനി വളയിൽ വന്ന് വീണു എന്ന് നമ്മൾ കേട്ടു. അപ്പൊ ഈ മിസൈൽ നമ്മൾ ഇഴകീറി പരിശോധിച്ച് പഠിക്കുകയാണ്. വളരെ എളുപ്പമായിരുന്നു പഠിക്കാനായിട്ട്. ഇതിന്റെ പിറകെ പല രാജ്യങ്ങളും വന്നു. അമേരിക്ക പോലും വന്നിട്ട് നമ്മളോട് ചോദിച്ചു, ഈ മിസൈൽ ഞങ്ങൾക്കൊന്ന് തരാമോ, ഞങ്ങൾ കൂടെ ഒന്ന് പഠിച്ചോട്ടെ എന്ന് പറയുന്നു. അപ്പൊ ഇന്ത്യ ആ സമയത്ത് ഞാൻ വായിച്ച റിപ്പോർട്ടുകളാണ്, അത് ഞാൻ ഫണ്ണി ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ഇന്ത്യ പറയുന്നു ഇത് പഠിക്കാനൊന്നുമില്ല, ഇത് ഒരു 5 മിനിറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു. എങ്കിലും നമ്മൾ അതിന്റെ സാമ്പിൾസ് അമേരിക്കയ്ക്ക് കൊടുത്തു. അപ്പൊ അത്ര മാത്രമേ ഉള്ളായിരുന്നുള്ളൂ ചൈനയുടെ ആ സമയത്തെ മിസൈലിന്റെ ഒരു ശേഷിയും അവരുടെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ നമ്മളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഡൗട്ട് വരുമല്ലോ, നമ്മൾ പല രാജ്യങ്ങൾക്കും ബ്രഹ്മോസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇന്തോനേഷ്യക്ക് നമ്മൾ ആദ്യമായിട്ട് ബ്രഹ്മോസ് കൊടുത്തു, ഗ്രീസിന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഈ ബൈറക്ടർ ഡ്രോൺസ്, തുർക്കിയുടെ ബൈറക്ടർ ഡ്രോൺസ് ഇങ്ങോട്ട് വന്ന ശേഷം നരേന്ദ്രമോദി തുർക്കിയെ സ്കെച്ച് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. സിന്ദൂർ കഴിഞ്ഞ അടുത്ത ദിവസം നരേന്ദ്രമോദി സൈപ്രസിൽ പോയി. സൈപ്രസിലെ തുർക്ക് ഒക്കുപ്പൈഡ് സൈപ്രസിന്റെ അതിർത്തിയിൽ നിന്നിട്ട് മോദി, അതാണല്ലേ തുർക്ക് ഒക്കുപ്പൈഡ് സൈപ്രസ്, ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് സുഖോയ് തരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു സുഖോയ് മാത്രം തന്നാൽ പോരാ, അതിന്റെ അടിയിൽ കുറച്ച് ബ്രഹ്മോസ് കൂടെ ഫിറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ, അങ്ങനെ ഒരു കരാറിന്റെ സംസാരം നടക്കുന്നു. അർമേനിയക്ക് ആയുധങ്ങൾ കൊടുക്കുന്നു, അസ്ത്ര മിസൈലുകൾ പോലുള്ള മിസൈലുകളാണ് കൊടുക്കുന്നത് എന്ന് തോന്നുന്നു. അതൊക്കെ മതി, കാരണം അർമേനിയക്ക് അതൊക്കെ ധാരാളം. അപ്പൊ ബ്രഹ്മോസ് ഇപ്പൊ നമ്മൾ സൗദിക്ക് കൊടുക്കാൻ പോവുകയാണ്, UAE കൊടുക്കാൻ പോവുകയാണ്, ഈ ഇന്തോനേഷ്യക്ക് കൊടുത്തു കഴിഞ്ഞു. നമ്മൾ പല രാജ്യങ്ങളുമായിട്ട് വമ്പൻ കരാറുകൾ ഏർപ്പെടാൻ പോവാണ്. അപ്പോഴും ഉണ്ടാകുന്ന ഒരു ഡൗട്ട്, ഈ ബ്രഹ്മോസ് ഇവർ ചൈനയ്ക്ക് കൊടുത്താൽ എന്ത് സംഭവിക്കും? കാരണം ചൈനയ്ക്കും ഈ രാജ്യങ്ങളൊക്കെ ആയിട്ട് ടൈപ്പ് ഉണ്ടല്ലോ. ചൈനയ്ക്ക് ഇവരിത് കൊടുത്തു കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഇത് പഠിക്കാൻ സാധിക്കില്ലേ? അപ്പൊ ഈ മിസൈലിന് കൗണ്ടറായിട്ട് ഒരു മിസൈൽ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം സുധീർ കുമാർ മിശ്ര എന്ന് പറയുന്ന ഈ ബ്രഹ്മോസിന്റെ മുൻ മേധാവി ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ബ്രഹ്മോസ് എന്ന് പറയുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മിസൈൽ അല്ല. ചൈനയ്ക്ക് ഒരു ബ്രഹ്മോസ് ഒരു ആയുഷ്കാലം ഇരുന്ന് പണിതാൽ പോലും ചൈനയ്ക്ക് ഒരു ബ്രഹ്മോസിനെ പോലൊരു മിസൈൽ മറ്റൊന്ന് എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ട് കഴിയില്ല എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ബ്രഹ്മോസ് ഒരു സാധാരണ മിസൈൽ അല്ല, അതിൽ 100 കണക്കിന് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു മിസൈൽ കിട്ടിയത് കൊണ്ട് അതിന്റെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കാൻ ചൈനയ്ക്ക് കഴിയില്ല. ഒരു ആധുനിക സ്മാർട്ട് ഫോൺ പൊളിച്ചു നോക്കിയാൽ അതേ ഫോൺ നിർമ്മിക്കാൻ കഴിയാത്തതുപോലെയാണ് ഇത്. ചിപ്പുകൾ, സോഫ്റ്റ്വെയർ, പ്രത്യേക മെറ്റീരിയലുകൾ, നിർമ്മാണ രീതികൾ എന്നിവ കൊണ്ട് വ്യത്യസ്തമാണ് ബ്രഹ്മോസ്. ബ്രഹ്മോസിന്റെ പ്രധാന ശക്തി അതിന്റെ ഡിസൈൻ അല്ല, അതിന്റെ മാനുഫാക്ചറിങ് നോ ഹൗ ആണ്, അതായത് സാങ്കേതിക വിദ്യയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഇത് രേഖകളിൽ എഴുതി വെച്ചിട്ടില്ല. നമ്മൾ ഈ പഴയകാല യുദ്ധതന്ത്രങ്ങളൊക്കെ പറയുന്നത് പോലെയാണ്. ചില യുദ്ധതന്ത്രങ്ങളൊന്നും രേഖകൾ എഴുതി വെക്കില്ല. ഇത് ശാസ്ത്രജ്ഞന്മാരുടെ തലച്ചോറിലുള്ള ഒരു സാധനമാണ്. വർഷങ്ങളോളം ഗവേഷണവും അനുഭവവുമാണ് ഈ ബ്രഹ്മോസ് മിസൈലിന്റെ പിന്നിലുള്ളത്. ചൈനയ്ക്ക് 30-40 വർഷം എടുക്കും ഈ മിസൈലിന്റെ രൂപം ഒന്ന് കണ്ടുപിടിക്കാനായിട്ട്. ചില ഭാഗങ്ങൾ പഠിക്കാൻ സാധിക്കും, പക്ഷെ അതേ നിലവാരത്തിലുള്ള എഞ്ചിൻ, ഗൈഡഡ് സിസ്റ്റം, മെറ്റീരിയലുകൾ, കൃത്യത എന്നിവ പുനർനിർമ്മിക്കാൻ ഇവന്മാർക്ക് പതിറ്റാണ്ടുകളുടെ തപസ് തന്നെ വേണ്ടിവരും എന്നാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ വലിയൊരു ടെക്നോളജിക്കലി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത്. ചൈനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ചൈന ലോകത്ത് എന്തുണ്ടാക്കിയാലും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉടനെ ചൈന ഉണ്ടാക്കും എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത്രയും കോൺഫിഡൻസിൽ ഇന്ത്യയുടെ ഈ ഒരു, കഴിഞ്ഞ ദിവസം നമ്മൾ ചൈനയെ കുറിച്ച് ഒരു വാർത്ത എടുത്തിരുന്നു. ചൈനയുടെ ഇന്ത്യയുടെയും വ്യോമസേനയെ തമ്മിലുള്ള ഒരു WDMMA എന്ന് പറയുന്ന ലോകത്തിലെ ആധുനിക ഈ യുദ്ധതന്ത്രങ്ങളും വ്യോമസേനയുടെ റാങ്കിങ്ങുകളൊക്കെ പുറത്തുവിടുന്ന ഒരു ഓർഗനൈസേഷൻ ഇന്ന് ചൈന നിരാകരിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളത് അനുവദിക്കില്ല, ഞങ്ങൾ ഇത് സമ്മതിക്കില്ല എന്ന് ചൈന പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സമാനമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ബ്രഹ്മോസിന്റെ ആ ഒരു ശക്തി വിളിച്ചോതുന്ന ഒരു നിർണായകമാണ്. ഓരോ ദിവസവും ചൈനയെ കൗണ്ടർ ചെയ്യുന്ന വാർത്തകൾ നമുക്കിങ്ങനെ നിരന്തരം വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സുധീർ കുമാർ മിശ്രയുടെ വാക്കുകൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈലിന്റെ ശക്തി നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പോൾ ഇദ്ദേഹം ഇത് പറയാനുള്ള ഒരു സാഹചര്യം എന്താണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് പ്രയോഗിക്കുന്ന ഒരു രാജ്യം ചൈനയാണ്. മനുഷ്യ പറഞ്ഞത് ശരിയാണ്. ലോകത്തെ എമ്പാടുമുള്ള ആയുധങ്ങൾ റിവേഴ്സ് എടുക്കും. അതുകൊണ്ടാണ് പല രാജ്യങ്ങളും, അതായത് റഷ്യയാണ് ചൈനയ്ക്ക് ആയുധങ്ങൾ കൊടുക്കുന്ന ഒരു രാജ്യം. റഷ്യ അവരുടെ ആയുധങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ അവരുടെ സോഴ്സ് കോഡ് കൊടുക്കാറില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം, ചൈന അത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തുകയും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്
ഉണ്ടാക്കി റോഡ് സൈഡിലിട്ട് വിൽക്കുകയും ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം. S-400 മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു മാസം തികയുന്നതിന് മുമ്പ് പാകിസ്ഥാനിൽ ഇരിക്കുന്നതാണ് വേറൊരു പേര്, ഹാങ് ചുങ്ങോ കിങ് ചുങ്ങോ ഒക്കെ ഒരു പേര് വിട്ടുകൊണ്ട് ഈ സെയിം സാധനത്തിന്റെ വേറൊരു കോപ്പി അവിടെ കൊണ്ട് ഇറക്കും. പിന്നെ ഇനി കുറച്ചുകൂടെ പൈസ കുറഞ്ഞൊരു രാജ്യം ഉണ്ടെന്ന് കരുതുക. ഇപ്പൊ ബംഗ്ലാദേശ് പറയാം, ഞങ്ങളുടെ അടുത്ത് അത്രയൊന്നും പാകിസ്ഥാൻ തന്ന പൈസ ഒന്നും ഞങ്ങളുടെ അടുത്തില്ല, പോട്ടെ എത്ര രൂപ കയ്യിൽ ഇരിപ്പുണ്ട്, അത് ഇത്രയും രൂപയേ ഉള്ളൂ, എന്നാൽ അതിന് പറ്റിയ ഒരു സാധനം ഞങ്ങൾ തരാം, ഇതിന്റെ തന്നെ മറ്റൊരു വേഷം തരാമെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ തന്നെ വേറൊരു രൂപം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായി കൊടുക്കും. ഇതാണ് ഇവരുടെ പണി. മിഡിൽ ഈസ്റ്റിൽ ഇതേപോലെ ചെയ്യുന്ന ഒരു രാജ്യമുണ്ട്, അതിന്റെ പേരാണ് ഇറാൻ. അവരുടെ കയ്യിലും ഇതേ കണക്ക് ആയുധങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തും. അതുകൊണ്ടാണ് ഈ ഇസ്രയേൽ ആദ്യം ഭയന്നത്. ഇപ്പോഴല്ല, 2025 ജൂണിൽ ഒരു അടി നടന്നായിരുന്നു. അന്ന് ഇറാനിൽ തന്നെ വെച്ചിട്ട് പറന്നുയരുന്ന ഡ്രോണുകളാണ് പിന്നെ ഇസ്രായേൽ പരീക്ഷിച്ചത്. പക്ഷെ അവരുടെ ഡ്രോണുകൾ ചിലത് അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ അവർ പറയുന്നത് ഞങ്ങളുടെ ഈ ഡ്രോണുകൾ അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യാൻ വളരെ മിടുക്കരാണ് ഈ ഇറാനികൾ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ സൗത്ത് ഏഷ്യയിലെ ചൈനയെ സംബന്ധിച്ചായാലും അത്തരത്തിലാണ് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ ഇന്ത്യ ലോക രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന്, കാരണം ഇത് എങ്ങനെ മനസ്സിലാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആയുധം വാങ്ങുന്ന രാജ്യമായിരുന്നു. റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രാൻസിന്റെ നിന്ന് വാങ്ങുന്നുണ്ട്, അമേരിക്കയുടെ നിന്ന് പല ഈ രാജ്യങ്ങളെല്ലാം തന്നെ ചൈനയുടെ കൂട്ടുകാരന്മാർക്കും ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ മിക്കതും പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്ന രാജ്യങ്ങളാണ്, അമേരിക്ക അടക്കമുള്ളത്. അവർ തന്നെയാണ് നമുക്കും തരുന്നത്. F-35 തുർക്കിക്ക് കൊടുക്കുന്നു, F-35 പാകിസ്ഥാൻ കൊടുക്കുന്നു, അതേ F-35 നമ്മളും മേടിച്ചു കഴിഞ്ഞാൽ എന്താ അതിന്റെ കാര്യം? ഇവിടെയാണ് റഷ്യയുമായിട്ട് നമ്മൾ S-400 വാങ്ങിച്ചപ്പോൾ നമ്മൾ അവരോട് ഡിമാൻഡ് ചെയ്തത്, നിങ്ങൾ S-400 ഞങ്ങൾ വാങ്ങിക്കാം, കാരണം നിങ്ങൾ ഇതേ സെയിം സാധനം തന്നെയാണല്ലോ ചൈനയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പിന്നെ അതേപോലത്തെ ഒരു സാധനം ഞങ്ങൾ മേടിച്ച് വെച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ സോഴ്സ് കോഡ് ഞങ്ങൾക്ക് തരണമെന്ന് പറയുകയും റഷ്യ സോഴ്സ് കോഡ് ഇന്ത്യക്ക് കൊടുത്തു. കാരണം ഇന്ത്യ വിശ്വസ്തരായ ഒരു രാജ്യമാണ്, വിശ്വാസമുണ്ട്. കാരണം ഈ സോഴ്സ് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഇരുന്നിട്ട് നമ്മളിതിനകത്ത് പിന്നെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകത്തില്ല, നമുക്ക് നന്നായി അറിയാം. നമ്മൾ റിവേഴ്സ് കോഡുകൾ വാങ്ങുന്നത് നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ കൂടി കൂട്ടിയിണക്കി ശത്രുവിനെ നേരിടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ നമ്മുടെ S-400 ചൊല്ലി ചൈനയ്ക്ക് ഒരു നീരസം റഷ്യയോട് ഉണ്ടായത്. ചൈന ചോദിച്ചത് ഞങ്ങൾക്കും തന്നത് ഈ സാധനം തന്നെയല്ലേ, പക്ഷെ ഇവരുടെ പെർഫോമൻസ് അങ്ങനെയല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ സോഴ്സ് കോഡിന്റെ വിഷയം അവിടെ ഭയങ്കരമായിട്ട് ലോകം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ധനുഷ് പറഞ്ഞതുപോലെ തന്നെ ഈ ബ്രഹ്മോസ് മിസൈലുകൾ ഇന്നിപ്പോൾ ഇന്ത്യ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്ന ഒരു സാധനമാണ്. അത് എല്ലായിടത്തും മിക്ക രാജ്യങ്ങളും അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എനിക്കൊന്ന് 85-88 രാജ്യങ്ങളാണ് അതിപ്പോൾ ബ്രഹ്മോസിന്റെ ആവശ്യക്കാരായി വന്നിട്ടുള്ളത്. അത് പല രാജ്യങ്ങളോട്ട് കരാർ ഒപ്പിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് ബ്രഹ്മോസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ചൈനയ്ക്ക് എളുപ്പത്തിൽ കഴിയും. ഇപ്പൊ എല്ലാ രാജ്യവും മേടിച്ചുകൊണ്ട് പോകുന്ന എല്ലാ രാജ്യവും എന്താണ് ഭയങ്കര പ്രൊട്ടക്റ്റഡ് രാജ്യങ്ങളൊന്നുമല്ല. ചിലപ്പോൾ ചൈനകൾക്ക് അത് കൊടുത്തേക്കാം. അങ്ങനെ കൊടുത്താലും അത് പഠിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം അതിൽ വിശദീകരിച്ച് പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ മിസൈലിനെ കുറിച്ച് ഒരു പക്ഷേ അതിന്റെ രൂപങ്ങളോ ഇല്ലെങ്കിൽ അതിനകത്തുള്ള പല ഭാഗങ്ങളോ പഠിക്കാനും പറ്റിക്കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പറേഷൻ സിസ്റ്റം ആളുകളുടെ തലയിലാണ്, ഇതിന്റെ ശാസ്ത്രജ്ഞന്മാരുടെ അല്ലെങ്കിൽ ഇതിന്റെ എഞ്ചിനീയേഴ്സിന്റെ തലയിലാണ്. ആ തല കൂടെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ അതിന്റെ പ്രവർത്തനം നടക്കുകയുള്ളൂ. സോഴ്സ് കോഡ് എന്ന് പറയുന്നത് എന്താണ്, ധനുഷ് പറഞ്ഞ എഴുതി വെക്കപ്പെട്ടൊരു സാധനമല്ലല്ലോ, അതിന്റെ ഒരു ടെക്നോളജി ആണല്ലോ. ആ ടെക്നോളജിയിൽ ഒരാളുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന ഒരു സംവിധാനമല്ല, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അതിന് പല പല പാർട്ടുകൾ ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് റഷ്യ ഈ S-400 സോഴ്സ് കോഡ് തന്നു എന്ന് പറയുമ്പോഴും പൂർണ്ണമായൊരു സോഴ്സ് കോഡ് ആയിരിക്കില്ല നമുക്ക് തരുന്നത്. പകരം നമുക്കതിനകത്ത് അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു വകുപ്പ് മാത്രമേ നമുക്ക് തരൂ. ഇപ്പൊ റഫേൽ നമുക്ക് തരുമ്പോഴും അവർ അത്രേ തരും, കാരണം അവരുടെ കയ്യിൽ ഒരു പിടുത്തം ഉണ്ടെങ്കിലല്ലേ നാളെയും ഇവരുടെ കച്ചവടം നടക്കത്തുള്ളൂ. അവരിത് മുഴുവൻ നമുക്ക് തരാൻ പോയി കഴിഞ്ഞാൽ നാളെ S-400 ആരെങ്കിലും മേടിക്കൂ? ഇപ്പൊ റഫേലിന്റെ മുഴുവൻ സോഴ്സ് കോഡ് നമുക്ക് തരാൻ വന്നു കഴിഞ്ഞാലും അവരുടെ കച്ചവടം അങ്ങനെ നാളെ റഫേൽ കമ്പനി മുട്ടി പോകത്തില്ലേ? പക്ഷെ അടുത്ത 5 വർഷത്തിനുള്ളിൽ നമുക്കത് കിട്ടുമെന്ന് നമ്മൾ തന്നെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു, നമ്മൾ വെച്ചിരിക്കുന്ന നല്ല ഓഫറാ, ഒരു കാര്യം ചെയ്യും, നിങ്ങളിങ്ങി പോരെ, നമുക്ക് ഇവിടെ ഒന്നിച്ച് പണിയാം, സംഭവം തീർന്നില്ലേ? ഇപ്പൊ റഷ്യ ഇപ്പൊ ഇവിടെ വന്നിട്ടില്ലേ, ഇപ്പൊ ബാക്കിയുള്ളവരുടെ അപ്പൊ സംഭവം തീർന്നില്ലേ? അപ്പൊ പിന്നെ ആ ഒരു പ്രശ്നം വേണ്ട. അപ്പൊ നാളെ നിങ്ങളുടെ വാങ്ങുകയും വേണ്ട, സംയുക്തമായി പിന്നെ നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കി വിൽക്കുന്നതിന്റെ ലാഭം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഇപ്പൊ റഫേൽ ഉണ്ടാക്കുന്ന കമ്പനി ഉള്ള കാലം മുഴുവൻ റഫേൽ മാത്രമല്ലല്ലോ ഉണ്ടാക്കുന്നത്, അവര് അടുത്ത ഒരു ഫൈറ്റർ ജെറ്റിലേക്ക് പോകും. പിന്നെ ഇന്നൊരു വാർത്ത ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ റഫേലിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത കൊണ്ടാലും പറയാം. അയൺ ഡോമിന് ഇന്ത്യയില് അതിന്റെ മിസൈലുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അയൺ ഡോമിന്റെ മിസൈലുകൾ, ആ മിസൈൽ നിർമ്മിക്കുന്ന ഈ റഫേൽ കമ്പനിയുമായി ചേർന്നുണ്ടാവും. അതായത് ഇസ്രായേലിന്റെ ഈ മിസൈലുകൾ ഇന്ത്യ നിർമ്മിക്കുന്നത് ഇന്ത്യയും റഫേൽ കമ്പനിയുമായി ചേർന്നുകൊണ്ടാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽപ്പന വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിയും, ഇത് കൂടുതൽ ഇടങ്ങളിലേക്ക് വിറ്റുമാറ്റാൻ കഴിയും. കാരണം ഇന്ത്യയിൽ അത് ഉത്പാദിപ്പിക്കുമ്പോൾ അതിനുള്ള സാമ്പത്തിക ചെലവ് വളരെ കുറയും, സാധാരണപ്പെട്ട രാജ്യങ്ങൾക്ക് അത് വാങ്ങാൻ കഴിയും. പിന്നെ ഇസ്രായേലിന്റെ സംവിധാനമാണ്, സാങ്കേതികത്വമാണ്. റഫേൽ കമ്പനിയുമായി ചേർന്നുകൊണ്ടാണെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കപ്പാസിറ്റി ഭയങ്കര ഡിമാൻഡ് ആയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും അത്.
അതും അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, സംയുക്തമായി ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ രണ്ടു കൂട്ടർക്കും ഗുണപ്പെടും അത്. കാരണം ഇപ്പൊ നമ്മളിപ്പോ അമേരിക്കയുടെ ഒന്നും ആയുധം പോയതായിട്ട് വാങ്ങുന്നില്ലല്ലോ. F-35 ഒക്കെ നമുക്ക് തരത്തില്ലെന്ന് പറഞ്ഞു, നമ്മളത് മൈൻഡ് പോലും ചെയ്തില്ല. ഒരു F-35 തിരുവനന്തപുരത്ത് 1.5 മാസം കിടന്നത്. അപ്പം അങ്ങനെ അതെ ഒരു അതെ സംവിധാനം വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പൊ തുർക്കിക്ക് കൊടുക്കാൻ പോകുന്ന പറയുന്നത്, F-35 തുർക്കിക്ക് കൊടുക്കുമെന്ന് പറയുന്നത്. അത് ഇസ്രായേലിൽ അടിച്ചിടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്ന സാധനം. അപ്പം അങ്ങനെ കൊടുക്കുന്ന ഒരു സാധനം, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പോകുമ്പോഴാണ് ബ്രഹ്മോസിനെ സംബന്ധിച്ച് കൂടുതൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ മിസൈൽ ആർക്ക് കിട്ടിയിട്ടോ ഒരു കാര്യവുമില്ല, അതിന്റെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞന്മാരുടെ തലയിലാണ് അതിന്റെ സാങ്കേതികത്വം എന്നാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. അതായത് ഇതിന്റെ ടെക്നോളജികൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചൊക്കെ പഠിക്കാനും, കാരണം പഠിക്കാനും കഴിയുള്ളൂ. കാരണം അവിടെയും യുദ്ധവിദഗ്ധരും ഇല്ലെങ്കിൽ ഇതിന്റെ ശാസ്ത്രജ്ഞന്മാരും എഞ്ചിനീയേഴ്സും ഒക്കെ അവിടെയും ഉണ്ടല്ലോ. അവർക്കത് പഠിക്കാനും പറ്റിയാലും കുറച്ച് മാത്രമേ പറ്റൂ എന്നാണ് പറയുന്നത്. ഇന്ത്യ ഇപ്പോൾ മിക്കവാറും എല്ലാ ആയുധങ്ങളും തദ്ദേശീയമായാണ് വികസിപ്പിക്കുന്നത്. തദ്ദേശീയമായി വികസിപ്പിക്കുമ്പോൾ എന്താണ് അതിന്റെ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ടെക്നോളജി ശത്രുക്കളുടെ കയ്യിൽ കിട്ടില്ല. ചൈന അങ്ങനെയല്ല ചെയ്യുന്നത്, തദ്ദേശീയമാണ് വികസിപ്പിക്കുന്നത്. അമേരിക്ക അങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ ഈ പറയുന്ന റഷ്യ അങ്ങനെയാണ് ചെയ്യുന്നത്, ഇസ്രായേൽ അങ്ങനെയാണ് ചെയ്യുന്നത്. തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ആയുധങ്ങളുടെ കരുത്തോ പവറോ ഇല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റിയോ ശത്രുക്കൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യം അത് പുറത്തു വിട്ടെങ്കിൽ മാത്രമല്ലേ നമ്മുടെ ആൾക്കാർക്ക് തന്നെ അറിയുകയുള്ളൂ നമ്മുടെ കയ്യിൽ എന്താ. ഓക്കെ നമ്മൾ ഈ കേൾക്കാത്ത ആയുധങ്ങളൊക്കെയാണ് പലപ്പോഴും ഇപ്പോൾ പുറത്തു വരുന്നത്. പിനാക കൊടുത്തു, അസ്ത്ര കൊടുത്തു, അങ്ങനെയൊക്കെയുള്ള പേരുകൾ, ദൃഷ്ടി, ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഇപ്പോഴാണ് നമ്മൾ അതൊക്കെ കേൾക്കുന്നത്. ഇതൊക്കെ എത്രയോ മുമ്പ് തന്നെ നമുക്ക് ആകെ അറിയാവുന്ന പ്രധാനപ്പെട്ട മിസൈലുകൾ ബ്രഹ്മോസ്, അഗ്നിയൊക്കെ ആയിരുന്നു. ഈ ബ്രഹ്മോസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പവർ നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ അതിന്റെ പവർ നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്കറിയാം. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒരുപാട് വളർന്നു കഴിഞ്ഞില്ലേ. ഇപ്പൊ ട്രെയിനിൽ നിന്ന് ലോഞ്ച് ചെയ്യാവുന്ന സംവിധാനങ്ങൾ വന്നിരിക്കുന്നു, ഷിപ്പിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ സംവിധാനം. ഇപ്പോൾ ഇന്ത്യയുടെ പുതിയൊരു സംവിധാനമാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം അത് എടുത്തിരുന്നു. ഈ എന്താണ് പറയുന്നത്, മൂവ് ചെയ്യുന്ന വ്യോമ പ്രതിരോധ സംവിധാനം. ഈ S-400 ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് അവിടെ നിന്നാണ് ഇതിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമെങ്കിൽ ഇത് അങ്ങനെയല്ല, മൂവ് ചെയ്യാൻ കഴിയും. മൂവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനവും നടക്കും. ഒപ്പം തന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാൻ കഴിയും. മറ്റേത് മൂവ് ചെയ്യാൻ കഴിയില്ല, കാരണം ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് ടൈം എടുക്കും. ഇത് ടൈം എടുക്കില്ല. അങ്ങനത്തെ സംവിധാനങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ വളരെ അഡ്വാൻസ് ആയിട്ട് വന്നിരിക്കുന്നു. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ വാർത്ത പുറത്തു വന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായി തന്നെ വരാം. വേറൊന്നും കൊണ്ടല്ല, നമ്മളിപ്പോ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. മാർക്കറ്റിൽ ഇറക്കുമ്പോഴത്തേനും സ്വാഭാവികമായി ഈ ഇത് വാങ്ങാൻ വരുന്നവന് കുറെ ചോദ്യങ്ങൾ ഉണ്ടാകുമല്ലോ. അവനുള്ള ഒരു ആൻസർ കൂടിയാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. അതല്ല നമ്മളിത് ആരും ഭീഷണിപ്പെടുത്താനോ മുന്നറിയിപ്പിനോ വേണ്ടിയിട്ടല്ല ഇപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഒരു എഞ്ചിനീയർ കൂടിയാണ്, ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ്. അത് പുറത്ത് എന്തുകൊണ്ടാണ് ഈ വാർത്ത വിടുന്നതെന്ന് ചോദിച്ചാൽ, മാർക്കറ്റിൽ നമ്മുടെ ഉൽപ്പന്നം ഇറങ്ങിയിട്ടുണ്ട്, ആ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റികൾ ഇതൊക്കെയാണ് എന്ന് നമ്മൾ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി ഇപ്പൊ എല്ലാവർക്കും അറിയാം. പാകിസ്ഥാനോട് ചോദിച്ചാൽ അവന്മാർ പറഞ്ഞാൽ എന്റെ പൊന്നോ അത് വാങ്ങിക്കഴിഞ്ഞാൽ പണിയാവുക എന്ന് പറയുന്ന ഒരു രീതിയിലൊക്കെ അവന്മാർ തന്നെ തെളിവുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ട് അടുത്തൊരു ചോദ്യം വരുമല്ലോ, ഇതിന്റെ ടെക്നോളജി മറ്റൊരാൾക്ക് കോപ്പി അടിക്കാൻ പറ്റും. അതിനുള്ള ഉത്തരം കൂടെയാണ് അദ്ദേഹം നൽകുന്നത്. അത് പുറത്ത് ഇങ്ങനെ വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരു എല്ലാവർക്കും കൊടുക്കുന്ന ഒരു നോട്ടീസ് അടിച്ച് കൊടുക്കുകയാണ്, ഇതൊക്കെയാണ് ഇതെന്നുള്ളത് മാത്രം.